ഉണക്കമീനും വാഴയ്ക്കായും കൂടെ കറി, തീയൽ, പിന്നെ കാബേജ് തോരന്, ചോറ്. അപ്പം നല്ല സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഊണ്. അപ്പോൾ ഇങ്ങനെ പച്ച വാഴയ്ക്ക കിട്ടിയപ്പോൾ ഉണക്കമീൻ കറി വെക്കണമെന്ന് തോന്നി. കുറച്ച് ഉണക്കമീനും ഉണ്ട്. ഇതുപോലെ പൊന്തങ്ങയല്ല, നാടൻ വാഴയ്ക്ക എടുക്കണ്ടേ. അപ്പോൾ ഇത് നമുക്കൊന്ന് തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. തോല് മൊത്തം ഒന്നും കളയുകയൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ നമ്മളെടുക്കുമല്ലോ അതുപോലെ ഇതേപോലെ അങ്ങ് ഇരിച്ചെടുത്താൽ മതി. ഞങ്ങൾ ഈ വാഴയ്ക്കയുടെ തോല് പോലും കളയത്തില്ല കേട്ടോ. തോരൻ വയ്ക്കാനാണെങ്കിലും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് വയ്ക്കത്തേ ഉള്ളൂ. പുഴുങ്ങാനാണെങ്കിലും കഷ്ണമാക്കി ഇട്ട് പുഴുങ്ങി തോലും കൂടെ കഴിക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് പോരാം. എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ ഇത് തന്നെ മീൻ കുറവാണ് കേട്ടോ. മീൻ കുറവാണ്, കഷ്ണമൊക്കെ കൂടുതലാണെങ്കിലും. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. തീരെ പൊടി മീനെ കാട്ടി ഇച്ചിരി നല്ല വലിയ അയിലയോ അതുപോലത്തെ ഇത് സ്രാവിൻ്റെ കഷ്ണമോ, ഉണക്ക സ്രാവിൻ്റെ കഷ്ണം. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. കുറച്ച് വെള്ളം ഒഴിക്കാം, വെള്ളം കുറച്ച്. അപ്പോൾ ഈ കറിക്ക് നമുക്ക് വറുത്ത് വേണമെങ്കിലും തേങ്ങ അരയ്ക്കാം, വറക്കാതെ അരയ്ക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ശരിക്കും അങ്ങ് പേസ്റ്റ് പോലെ അരച്ചാൽ മതി. വറക്കുവാണെങ്കിൽ തേങ്ങയും കുറച്ച് ഉള്ളി, കറിവേപ്പില, നമ്മൾ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ആദ്യം ഒന്ന് വറക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പിന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാനിന്ന് വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് വറുത്തരിക്കാം. ഇത് നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു കറി കേട്ടോ, ഉണക്കമീൻ കറി. വറുത്തരച്ചാലും അല്ലാതെ അരച്ചാലും രണ്ടും ഒരുപോലെ ടേസ്റ്റാണ്. കുറച്ച് ഉലുവ പൊടി ഇട്ടേക്കാം. ഉലുവ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ ഇട്ടാലും മതി. ഞാനിപ്പോൾ ഉലുവ ഇട്ട് വറുക്കുവാണ്. ഈ കറി ഞാൻ എപ്പോഴും വയ്ക്കുമ്പോഴും ഓർക്കും. എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്കിത് വെച്ച് കൊടുത്തായിരുന്നു ഞാൻ. അന്നേരം അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ വാഴയ്ക്കയും ഇതുപോലെ ഉണക്കമീനും കൂടെ ഉള്ള കറി. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്ന് മൂക്കണം. നമ്മളറിയാമല്ലോ തീയല്ല. അപ്പം ഞാൻ ഉണക്കമീനായതുകൊണ്ട് തന്നെ ഞാൻ ജീരകം ഇട്ടിട്ടില്ല. അതുപോലെ തേങ്ങ വറുത്തരച്ച കറിയിലൊക്കെ കറിവേപ്പില ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. കാരണം കറിവേപ്പില ഒരുപാട് നല്ലതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കറിയിലിട്ട് നമ്മൾ സാധാരണ അങ്ങനെ കഴിക്കാറില്ലല്ലോ, എടുത്ത് അങ്ങനെ മാറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കാനും പറ്റും, നല്ല രുചിയായിരിക്കും കറിക്ക്. ഇത് മതി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാം. പൊടികൾ മല്ലിപ്പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടി അത് അധികം വേണ്ട, കുറച്ച് മതിയാവും. മുളക് പൊടിയുടെ ഒരു പകുതി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്നിളക്കാം. അപ്പോൾ അത് ആ ചൂടിൽ അങ്ങ് പിന്നെ പച്ചമുളക് മാറിക്കോളും. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോവില്ലേ. വേഗം തന്നെ ഒന്ന് തണുക്കും. തണുത്ത് കഴിഞ്ഞ് നമുക്ക് അരച്ച് കറിയിൽ ചേർക്കാം. അതോടെ നമ്മുടെ ഉണക്കമീൻ കറിയും റെഡിയാവും. കണ്ടേ, ഈസി അല്ലേ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളമോടെ വേണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉപ്പുമീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ഒഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ കീറിയിടാം, തക്കാളി ഇടാം. ഞാൻ ഈ കറി ഒരു നാളത്തേക്കൂടെയാണ് വയ്ക്കുന്നത്. അത് ചിലപ്പം തക്കാളി ഇട്ടാൽ പുളിച്ചു പോകും. അതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ടില്ല, പുളിയാണ് ഞാൻ ഇടുന്നത്. പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പാകത്തിന് ഒഴിക്കാം. ഒത്തിരി അങ്ങ് വേണ്ട, പിന്നെ വാഴയ്ക്കൊക്കെ ഇടുന്നതല്ലേ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് എല്ലാം പാകത്തിനാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഉണക്കമീൻ ഇങ്ങനെ ഒരിക്കലേലും നമ്മളൊന്ന് വെച്ച് നോക്കണം, അത്രയ്ക്കും രുചിയാണ്. വാഴയ്ക്കയ്ക്ക് പകരം ഉണക്ക കൊഞ്ചും മുരിങ്ങയ്ക്കും കൂടെ നമുക്ക് ഇതുപോലെ തീയല് വയ്ക്കാം കേട്ടോ, നല്ല രുചിയായിരിക്കും. ഇതുപോലെ ഉണക്കമീനിന് പകരം വാഴയ്ക്കയും കൊഞ്ചും കൂടെ ആയാലും നല്ല രുചിയാണ്. ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ അത് അങ്ങനെ അധികം വെച്ചേക്കണ്ട, ചൂടത്തിരുന്ന് പറ്റിക്കോളൂ. അപ്പോൾ ഞാനിത് കറി ഓഫ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അഭിപ്രായങ്ങളൊക്കെ അതുപോലെ ഒന്ന് അറിയിക്കണേ.